Water presents Green Farm Arabian Kitchen Magic, hosted by Grandmart Hypermarket and powered by Feltron Electronics and Home Appliances and Hot Pack-ലേക്ക് സ്വാഗതം. Arabian Kitchen Magic. പാചകത്തിന്റെ ഒരു റിയാലിറ്റി ഷോയുമായി നമ്മൾ UAE-യിലേക്ക് വരുമ്പോൾ മനസ്സിൽ ഒരുപാട് ആശങ്കകളായിരുന്നു. എങ്ങനെയായിരിക്കും ഇത്തരം ഒരു കോമ്പറ്റീഷനിൽ ഇവിടുത്തെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ഒരുപാട് സംശയങ്ങൾ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഒരു പക്ഷേ നാട്ടിലുള്ളതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഒരു സഹകരണവും അതിൻ്റെ ഒരു പാർട്ടിസിപ്പേഷനും ഒക്കെ വളരെ വലുതായിരുന്നു. ഇവിടുത്തെ വീട്ടമ്മമാർ, നമ്മുടെ പ്രവാസികളായ വീട്ടമ്മമാരെല്ലാം തന്നെ പാചകത്തിൻ്റെ കാര്യത്തിൽ വലിയ എക്സ്പേർട്സ് ആണ്. പ്രവാസി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കാം. എന്തായാലും ഇവിടെ ഡൊമസ്റ്റിക് ഹെൽപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആ വീട്ടമ്മ തന്നെ അല്ലെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥനും കൂടി ചേർന്നിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകുന്ന ഒരു രീതിയാണ് ഇവിടെ. അപ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് പാചകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോകുന്നു, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു രീതിയായിരിക്കും ഇത്തരം സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നത്. ഒരു പക്ഷേ നാട്ടിലാണെങ്കിൽ നമ്മൾക്ക് സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. മുത്തശ്ശിമാരുണ്ടാകും, അമ്മായിമാരുണ്ടാകും, അമ്മാവന്മാരുണ്ടാകും, അങ്ങനെ കുടുംബത്തിലെ റിലേറ്റീവ്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, അങ്ങനെ ഒത്തിരി സഹായം ഉണ്ടാകും. പക്ഷെ ഇവിടെ അങ്ങനെ സഹായങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കെട്ടുറപ്പ് വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വരുമ്പോഴും അവർ കാണിക്കുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സഹകരണ മനോഭാവം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ മത്സരാർത്ഥികളെല്ലാവരും തന്നെ ഈ പുഡിംഗ് റൗണ്ടിന് വേണ്ടി വളരെയധികം തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ റൗണ്ടും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ, ഓരോ ദിവസത്തെയും അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? എന്തായാലും ഈ കോമ്പറ്റീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് 2 കണ്ടസ്റ്റൻസിൻ്റെ പുഡിംഗ് പ്രിപ്പറേഷനാണ്. അപ്പോൾ കാണുക, ആസ്വദിക്കുക. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് കോക്കനട്ട് വേണം, പഞ്ചസാര വേണം, ഫ്രഷ് മിൽക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ചൈന ഗ്രാസ്, മിൽക്ക് മെയ്ഡ്, ഡെക്കറേഷന് വേണ്ടി കാഷ്യൂ. ചൈന ഗ്രാസ് ആദ്യം വെള്ളത്തിൽ കുതിർത്തി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അത് ഒരുക്കിയെടുക്കുക. ആ സമയം കോക്കനട്ടിൽ ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് അതിൽ നിന്ന് പാലെടുത്ത് വെക്കുക. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇട്ടത്. കാരണം തേങ്ങയിൽ ഫ്രഷ് മിൽക്ക് ആഡ് ചെയ്തിട്ടാണ് തേങ്ങാപ്പാലെടുക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഒരുക്കി വെച്ച കുതിർത്ത് വെച്ച ജലാറ്റിൻ ഒരുക്കാൻ വെക്കുക. ഹായ്. അപ്പോൾ പുഡിംഗ് റൗണ്ട് സ്റ്റാർട്ടിങ്. അതെ നല്ലതായിട്ടാണ് കഴിഞ്ഞ റൗണ്ടിൽ ഫിഷ് ബിരിയാണിയുടെ സ്വാദിപ്പോഴും എൻ്റെ നാക്കിൻ്റെ തുമ്പിലുണ്ട്. അപ്പോൾ അതുപോലൊരു പ്രതീക്ഷയുണ്ട് എനിക്ക്. എന്താണ് പുഡിങ് പ്ലാൻ ചെയ്യുന്നത്? ഞാനിന്നൊരു കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഫ്രഷ് മിൽക്കിൽ കോക്കനട്ട് എന്താണ് കോക്കനട്ടിൻ്റെ മിൽക്ക് എടുക്കും. അപ്പോൾ തേങ്ങാപ്പാൽ ഫ്രഷ് മിൽക്ക് വെച്ചിട്ട് തേങ്ങാപ്പാലും ഫ്രഷ് മിൽക്കും. അപ്പോൾ ഒരു കോക്കനട്ട് പുഡിംഗ് ആണോ? അതെ, കോക്കനട്ട് മിൽക്ക് പുഡിംഗ് എന്നൊരു പേര് കൊടുത്തു അല്ലേ? അപ്പോൾ അതിൽ ടെൻഡർ കോക്കനട്ടിന് വലിയ ഇല്ല. സാധാരണ തേങ്ങാപ്പാലിൽ അതിൽ വേറെ കോമ്പിനേഷൻസ് ഒന്നുമില്ല. ഡെഡിക്കേറ്റഡ് കോക്കനറ്റ് അത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അന്ന് ക്രഷ് ചെയ്തിട്ട് ഓവനിൽ വെച്ച് ഡ്രൈ ആക്കി എടുത്തു. സെൽഫ് ഹോം മെയ്ഡ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സമയം നമ്മളുടെ ഈ പറഞ്ഞ സമയത്ത് തീരും, സെറ്റായി കിട്ടും. അപ്പോൾ എന്താണ് സെറ്റിംഗ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത്? ചൈന ഗ്രാസ്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്, ചേർക്കുന്നു എന്നുള്ളത്. ഓക്കെ, തുടങ്ങി. ശരി, നമ്മളെടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഒരുക്കി ചൈന ഗ്രാസ് യോക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും. നല്ലോണം ഇളക്കി ഒഴിക്കും. ശേഷം സെറ്റ് ചെയ്യാൻ നോക്കുക.
ഈ മിക്സ് പുഡിംഗ് ട്രേയിൽ വെച്ച് ഇത് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. പുഡിങ് 1 മണിക്കൂർ സെറ്റാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം മാമിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ ഓക്കെ, സഫീന ലാസ്റ്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു അല്ലേ? പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ അലങ്കാരം ഉള്ളത്? അപ്പോൾ സമാധാനമായി അല്ലേ? തിരക്കൊക്കെ പോയി. എപ്പോഴും ഒരു സേഫ് കളിയാണ് പൊതുവേ അല്ലേ? സഫീന അങ്ങനെ തിരക്ക് പിടിച്ചങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല. എപ്പോഴും വളരെ കംഫർട്ടബിൾ ആയിട്ട് നിന്നുകൊണ്ട് ആ ഒരു സമയത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ചെയ്യാറുണ്ട്. ഓക്കെ, നന്നായി. കോമ്പറ്റീഷൻ അവർ റിസ്ക് എടുക്കുന്നത് ഭയങ്കര പാടാണ്. വലിയ പരീക്ഷണങ്ങൾക്ക് പോകാണ്ട് നമ്മൾ ഏറ്റവും കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇനിയിപ്പം സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്ത പുഡിങ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിന് ഡെക്കറേറ്റ് ചെയ്തിട്ട് മാമിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ കൊണ്ടുപോവാണ്. ബിരിയാണി റൗണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് പുഡിംഗ് റൗണ്ടാണ്. അതിൽ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കാർപ്പറ്റ് പുഡിംഗ് ആണ്. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പേരും ഈ സാധനങ്ങളും കണ്ടിട്ട് ആരും പേടിക്കേണ്ട. ഇറ്റ് ഈസ് വെരി ഈസി ടു മേക്ക്. അതായത് ഏതെങ്കിലും ഒരു ടീ ബിസ്ക്കറ്റ്, ഒരു പാക്കറ്റ്, വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ, ഒരു 50 ഗ്രാം നമ്മുടെ കസ്റ്റേർഡ്, കാരമൽ കസ്റ്റേർഡ്, 100 ഗ്രാം ഫ്രഷ് ക്രീം, 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഏതെങ്കിലും, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ജലറ്റിൻ, ദെൻ എനി ചോക്ലേറ്റ് ബിസ്ക്കറ്റ്, ദെൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ 1 കപ്പ് ചൂടുവെള്ളം. ആദ്യം ഞാൻ ഈ ചൂടുവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ഈ കോഫി പൗഡർ ഇതിലേക്ക് ഇടുകയാണ്. ചൂടുവെള്ളത്തിലേക്ക് നമ്മുടെ കോഫി പൗഡർ ഇട്ട് നല്ലതുപോലെ അലിയിക്കുക. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും ഇതിനോടൊപ്പം ചേർക്കുക. നന്നായി ഒന്ന് അലിയിക്കുക. ഇതൊന്ന് അലിഞ്ഞ് ചൂടാറി വരുന്ന സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ ജലറ്റിനാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ ഞാൻ അലിയിക്കാൻ പോവാണ്. ഈ കോഫിയിലേക്ക് ഓരോ ടീ ബിസ്ക്കറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുക്കി നമുക്ക് പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്യാം. ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. സെറ്റായി കഴിഞ്ഞു. അതുപോലെ തന്നെ 1 ലെയറും കൂടെ നമുക്ക് വയ്ക്കാം. നമ്മുടെ വിപ്പിങ്ങിൻ്റെ ടോപ്പിംഗ് മിക്സ് പൗഡർ ഫുള്ളിട്ടു. അതുപോലെ തന്നെ കാരമൽ പൗഡറും മൊത്തം ഇട്ടു. പിന്നെ ഞാനിവിടെ 100 ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിരിക്കുന്നത് അതും ഇട്ടു.
1 കപ്പ് തണുത്ത പാല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിൻ്റെ കൂടെ ഒഴിച്ചു. ഈ മിക്സറിലേക്ക് നമ്മളിവിടെ കലക്കി വെച്ചിരിക്കുന്ന ജെലറ്റിൻ അതും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മിക്സർ നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് പകുതി സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിൽ വെക്കാം. നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഹലോ അനീഷ, പുഡിംഗ് റൗണ്ടാണ്. അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പെല്ലാം ആയി കഴിഞ്ഞു. എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാർപ്പറ്റ് പുഡിംഗ് ആണ്. കാർപ്പറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു കാർപ്പറ്റ് ഫിനിഷ് ഉണ്ടാവും അലങ്കാരത്തിനെല്ലാം. അതിനാണ്. അപ്പോൾ ഒരു സെപ്പറേറ്റ് വേറൊരു ഡെക്കറേഷനും വേണ്ട. ഇത് സ്വന്തം ക്രിയേഷനാണോ അതോ എവിടെയെന്തെങ്കിലും റെസിപ്പി കിട്ടിയതാണ്? പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അതായത് ഒരു കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് റെസിപ്പീസ് ആണോ അതോ കാർപ്പറ്റ് പുഡിംഗ് എന്ന് പറഞ്ഞൊരു റെസിപ്പിയുടെ തന്നെ ഡിഫറെൻറ്റ് വേർഷൻ നോക്കുന്നതാണോ? അതെ അതെ. കാർപ്പറ്റ് പുഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലെന്തൊക്കെ വരും? അത് ഞാൻ ഫസ്റ്റ് ലെയർ കോഫിയിൽ നമ്മുടെ ടീ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്, സോക്ക് ചെയ്തിട്ട്. സെക്കൻഡ് ലെയറിൽ ഞാൻ എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പാല്, വിപ്പിംഗ് ക്രീം, ഫ്രഷ് ക്രീം, ജെലറ്റിൻ, കസ്റ്റേർഡും ഉണ്ട്. ഒരു യെല്ലോയിഷ്. പിന്നെ ഞാൻ കാർപ്പറ്റ് ആക്കാൻ വേണ്ടി കാർപ്പറ്റിൻ്റെ ഈ 2 ലെയറേ ഉള്ളൂ ജനറലി. മേളിൽ ഒരു ലെയറായിട്ട് കാർപ്പറ്റ്. കാർപ്പറ്റിൽ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്? ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ടീ ബിസ്ക്കറ്റിൻ്റെ അത് പ്ലാൻ ചെയ്തത്. അതെ അതെ അതെ. ടീ ബിസ്ക്കറ്റിന്റെ പൗഡർ, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പിന്നെ ചോക്ലേറ്റ് പൗഡർ. ദാറ്റ് ഈസ് അത് വല്ല ഓറിയോ വല്ലതും ക്രഷ് ചെയ്തതാണോ? സ്മോൾ ഒരു കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഡാർക്ക് ആയിട്ടുള്ളതുകൊണ്ട്. ഓറിയോന്റെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും അതിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടി. പിന്നെ അത് സെറ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങണം. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഒക്കെ എങ്ങനെയാണ് അപ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന? കാർപ്പറ്റ് ഡിസൈൻ ഒരുപോലെ വരണേ? കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കൈ വെച്ച് പിന്നെ മെഹന്തി ഒക്കെ ഇടുന്ന പോലെയോ കൈ വെച്ചിട്ട് കോലം വരയ്ക്കുന്ന പോലെയോ? ആർട്ടിസ്റ്റ് ആണോ? അത്യാവശ്യം നല്ലല്ലേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും ചെയ്ത് തുടങ്ങിക്കോളൂ. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജിൽ ആയിക്കോട്ടെ. താങ്ക് യു. പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ സെറ്റാക്കാൻ വേണ്ടി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തേർഡ് ലെയറിന് വേണ്ടി ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്, നമ്മൾ നേരത്തെ വെച്ച ടീ ബിസ്ക്കറ്റിൻ്റെ ബാക്കി അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. ഇപ്പോൾ ക്രീമായിട്ടുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണെങ്കിൽ ക്രീം ഒന്ന് കളയണം. പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച മിക്സർ നമ്മൾ ഈ ബൗളിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാർപ്പറ്റ് പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയർ ഹാഫ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ തേർഡ് ലെയറായ കാർപ്പറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചോക്ലേറ്റ്സും ബിസ്ക്കറ്റും ഡെസിക്കേറ്റഡ് കോക്കനട്ട്സും എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ. നമുക്ക് ആദ്യമായിട്ട് പുഡിങ്ങിൽ ഒരു ജസ്റ്റ് വരയിട്ടിട്ട് നമ്മുടെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ വര ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല വര ഷേപ്പ് ആവാൻ വേണ്ടി മാത്രമേ ഇട്ടു എന്നുള്ളൂ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ച് ഞാൻ ഫസ്റ്റ് ലെയർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് അല്ല, അതിനേക്കാണെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് കുറഞ്ഞ ആ ചോക്ലേറ്റ് എടുത്തിട്ട് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാൻ പോകുന്നു. മീൻസ് കാർപ്പറ്റിൻ്റെ സെക്കൻഡ് പോർഷൻ ഡിസൈൻ ചെയ്യുന്നു. അടുത്തതായിട്ട് ഇപ്പോൾ 2 ലെയർ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ലെയർ ഇട്ട് കൊടുക്കുക. മൂന്നാമത്തെ ലെയറായ കാർപ്പറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഒരു കാർപ്പറ്റ് ഷേപ്പിൽ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം.
അനീഷയുടെ കാർപ്പറ്റ് പുഡിംഗ് അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ ബ്യൂട്ടിഫുൾ, നന്നായിരിക്കുന്നല്ലോ. കുറച്ചും കൂടെ ഫിനിഷ് ഒക്കെ ആക്കായിരുന്നു, പിന്നെ 1.5 hourനുള്ളിൽ സെറ്റ് ചെയ്ത് ശരിയാവും. അപ്പൊ ഇങ്ങനെ ഡിസൈൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച അല്ലേ? ഇങ്ങനെ അങ്ങോട്ട് ആദ്യം ഒരു ഇത് ചെയ്തു, പിന്നെ ഒരു ക്രോസ് റോഡ് മാതിരി അല്ലേ ചെയ്തു, പിന്നെ അതിനെ ബോർഡർ ചെയ്ത് അടുത്തത് ചെയ്തു. പിന്നെ ഞാൻ സാധാരണ ചെയ്യാറില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഈ അവറിനുള്ളിൽ നമുക്ക് സെറ്റ് ആയി കിട്ടണമല്ലോ. കണ്ടിട്ട് ഭയങ്കര ഭംഗിയുണ്ട്, വെരി നൈസ്, ലുക്കിംഗ് ഗുഡ്. അപ്പൊ ഇനി സെറ്റ് ചെയ്യാൻ വെക്കുകയല്ലേ? ആ വെക്കാം. താങ്ക് യു മാം. ഇങ്ങനെ നമ്മുടെ പുഡിങ് 3 ലെയറും ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു 1 to 2 hours ഫ്രിഡ്ജിലിരുന്നാൽ നല്ലപോലെ സെറ്റ് ആവും. അങ്ങനെ ഞാൻ അത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കത് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പുഡിംഗ് ആണ്. ഒന്നൊരു കോക്കനട്ട് മിൽക്ക് പുഡിംഗ്, പിന്നെ ഒന്നൊരു കാർപ്പറ്റ് പുഡിംഗ്. എന്ത് രസകരമായിട്ടാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് തയ്യാറാക്കിയത്. അപ്പോൾ ആദ്യത്തെ ആളിനെ വിളിക്കാം. കോക്കനട്ട് മിൽക്ക് പുഡിംഗ്, പ്ലീസ് വരൂ. സഫീന നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്, ലുക്കിംഗ് നൈസ്. നല്ല രസകരമായിട്ട് ആ ഷെയ്ഡിങ്ങിനെ കറക്റ്റ് ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടും റിലൈനും നന്നായിട്ട് ബാലൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെരി നൈസ്. കോക്കനട്ട് മിൽക്ക് പുഡിംഗ് അത് അതിൻ്റെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തതെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് നല്ല ഒരു റെസിപ്പി കിട്ടിയിട്ടുണ്ടാകും. എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു പുഡിംഗ് ചെയ്യുന്നതെന്നാണല്ലോ എല്ലാവരും നോക്കുന്നത്. അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത അറ്റ് ദ സെയിം ടൈം നല്ല ടേസ്റ്റ് ഉള്ളതും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നോക്കേണ്ട ഒരു പ്രധാന കാര്യം ഒന്ന് ടേസ്റ്റ്, പിന്നെ ഒന്ന് ടെക്സ്ചർ അല്ലേ? ഇത് ചൈന ഗ്രാസ് അല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, നോക്കാം, നോക്കട്ടെ. ഇതെന്നാണ് രണ്ടും സെറ്റാണല്ലോ. നൈസ്, ഗുഡ്. നല്ലൊരു കോക്കനട്ട് ഫ്ലേവറാണ്. ടെക്സ്ചറും കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഒരു പൊടിക്കും കൂടെ എനിക്ക് മധുരം ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇച്ചിരി ഒരു ശകലം മധുരം കൂടെ ആയാലും കുഴപ്പമില്ല. ബട്ട് നൈസ്, ഗുഡ്. അങ്ങനെ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പുഡിങ്ങിന്റെ സ്വാദ് നോക്കിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറൊരു മനോഹരമായ പുഡിങ് എൻ്റെ മുന്നിലെത്തി. ഒരു കാർപ്പറ്റ് പുഡിങ്ങാണിത്. ഏതാണ്ട് ഒരു രംഗോളി മാതിരി ഒരു പാറ്റേൺ ചെയ്ത് ഒരു മനോഹരമായ ഒരു കാര്യമാണ് മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അനീഷയെ തന്നെ വിളിക്കും. ഓക്കെ അനീഷ. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അനീഷ ഇങ്ങനെ ചെയ്ത പാറ്റേൺ എല്ലാം കണ്ടിട്ടല്ലേ? ഇഷ്ടപ്പെട്ട് കാണണം. കാര്യം കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവാണ്. കുറച്ചും കൂടെ ഒരു ഫിനിഷിംഗ് എനിക്ക് ആക്കണം എന്നുണ്ടായിരുന്നു. എനിക്ക് വയ്യ. ഇനി ഇതിനും പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു അല്ലേ? സമയം സെറ്റ് ആവാനുള്ള സമയം കളയണ്ടല്ലോ. അതെ, പക്ഷെ കുഴപ്പമില്ലാതൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഐഡിയ, നല്ല പാറ്റേൺ, വെരി നൈസ്. നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഭയങ്കരമായിട്ട് നമ്മളെ ഇംപ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നോക്കേണ്ടത് മറ്റു കാര്യങ്ങളിലേക്ക് പോകണം അല്ലേ? ഇംപ്രഷൻ ഇസ് ഗുഡ്, ടേസ്റ്റ് നൈസ്. ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ അല്ലേ? കണ്ടുകൊണ്ടിരുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാ വരിക? ഡൗൺ പാർട്ട് ബിസ്ക്കറ്റ് ഉണ്ട്, സെൻറ്റർ പാർട്ട് കസ്റ്റേർഡ്, ക്രീം,
എല്ലാം വന്നിട്ട് എല്ലാം കിട്ടണം. സെന്റർ പാർട്ടില് ക്രീം, താഴത്തെ പാർട്ടില് ബിസ്ക്കറ്റ് ശരിക്കും നിലത്ത് പോകും ബിക്കോസ് ഐ എം മനസ്സിലായി. കോഫിയിൽ ഇടുന്നുണ്ട്. പക്ഷേ എനിക്ക് ബിസ്ക്കറ്റിന്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് കയറി നിൽക്കുന്നത്. ബിസ്ക്കറ്റ് ആൻഡ് കോക്കനട്ടിന്റെ ഡെസിക്കേറ്റഡിന്റെ ടേസ്റ്റാണ് കയറി വരുന്നത്. ക്രീമിന്റെ പാർട്ട് ഉണ്ടെങ്കിൽ പോലും അത് കുറച്ച് ഒന്ന് താഴെ പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുറച്ച് കുറവ് പോലെ അതായിരിക്കാം. എനിക്ക് തോന്നുന്നു 2 ലെയർ വേണ്ട, 1 ലെയറിന് ആവശ്യമുള്ളൂ തോന്നുന്നു. 2 പ്രാവശ്യം ഞാൻ വെച്ചിട്ട് എടുത്തതാ, വേണോ വേണ്ടയോ. ബിസ്ക്കറ്റാണ് ഇപ്പോൾ നമുക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ക്രീം കുറവാണ്. ആ ക്രീമി ലെയർ ലിറ്റിൽ ബിസ്ക്കറ്റ് ലെയർ ഇങ്ങനെ കയറി നിൽക്കുന്നു. പ്ലസ് ആ കോക്കനട്ടിൻ്റെ ഫ്ലേവറാണ് കയറി നിൽക്കുന്നത്. പക്ഷേ പ്രസൻറ്റേഷൻ ഇസ് എക്സലൻറ്റ്, നോ ഡൗട്ട്. നൈസ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഇന്നത്തെ പുഡിംഗ് റൗണ്ടിൻ്റെ ടേസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. സഫീന ആൻഡ് അനീഷ, എത്ര സിമ്പിളായിട്ടാണ് സഫീന ആ ഒരു കോക്കനട്ട് മിൽക്ക് പുഡിംഗ് തയ്യാറാക്കിയത്. പക്ഷേ സ്വാദിൻ്റെ കാര്യത്തിൽ വളരെ മെച്ചമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അനീഷയുടേതും എന്തൊരു ഭംഗിയായിരുന്നു ആ പുഡിംഗ് കാണാനായിട്ട്. ഒരു കാർപ്പറ്റ് പുഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കാർപ്പറ്റ് തന്നെയായിരുന്നു. വളരെ മനോഹരമായ രീതിയിലാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ 2 റെസിപ്പീസ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പുഡിംഗ് വിശേഷങ്ങളുമായി നമ്മൾ മുന്നോട്ട് തന്നെ പോകാൻ പോവാണ്. ഇനി ഈ വിശേഷങ്ങളുമായി വീണ്ടും വരും. അതുവരെ